രമേശ്, ഇത്രയധികം പ്രവർത്തകർ അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇവരെ ചെറുക്കാനുള്ള അത്രയധികം പോലീസ് സേന ഈ ക്യാമ്പസിനകത്തുണ്ടോ? നിലവിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ക്യാമ്പസിനകത്ത് വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ നിഷ്പ്രയാസം ഈ SFI പ്രവർത്തകർക്ക് അകത്തേക്ക് കയറാനും കഴിഞ്ഞു. പക്ഷേ ഇന്ന് വൈസ് ചാൻസലർ ഇവിടെ ആസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. വൈസ് ചാൻസലർ താൽക്കാലിക വൈസ് ചാൻസലർ കൂടിയായ കെ ശിവപ്രസാദ് ഇന്ന് സർവകലാശാലയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലാണ്, രണ്ടാം നിലയിലാണ് വൈസ് ചാൻസലർ കെ ശിവപ്രസാദിന്റെ ചേംബർ. ആ ചേംബറിലേക്ക് എത്തിയാൽ പോലും അവിടെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കിടക്കാൻ കഴിയില്ല. എന്തായാലും ഇതിന് മുകളിൽ, അതായത് രണ്ടാം തൊട്ട് പിറകിൽ കൂടിയുള്ള വാതിൽ കൂടിയും ഇപ്പോൾ SFI പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിൽ മുന്നിൽ ഏറ്റവും പ്രധാന വാതിൽക്ക് മുന്നിൽ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളൽ നടക്കുന്നു. തൊട്ട് പിന്നാലെ പുറകിൽ മറ്റൊരു വാതിലുണ്ട്. അതുവഴി SFI പ്രവർത്തകർ ഇപ്പോൾ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പ്രധാനമായി വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് കോടതി വിധി എതിരായിട്ടും ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനമായ ആരോപണം. ഒപ്പം ഇയർ ബാക്ക് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക, ഇയർ ബാക്ക് സംവിധാനം വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇയർ ബാക്ക് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇയർ ബാക്ക് സംവിധാനം ഒരു വർഷത്തേക്ക്, അതായത് ഈ വർഷം താൽക്കാലികമായി മരവിപ്പിക്കുന്നുണ്ട്. ആ മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശക്തമായ പ്രതിഷേധം കേരള സർവകലാശാലയിൽ നടന്നതിന് സമാനമായ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ബാരിക്കേഡുകൾ പൂർണ്ണമായി റോഡിൽ വെച്ച് SFI പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചെങ്കിലും SFI പ്രവർത്തകർ ബാരിക്കേഡുകൾ ചാടിക്കടന്ന് ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുകളിൽ ആസ്ഥാനത്തിന്റെ പ്രധാന വാതിൽ ചാടിക്കടന്നത് ഏറ്റവും മുന്നിൽ, അതായത് പടിക്കെട്ടുകൾക്ക് മുന്നിൽ വരെ എത്തി നിൽക്കുന്നു. ഈ രീതിയിൽ സർവകലാശാലയിലെ സാങ്കേതിക സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ഈ ഒരു പോലീസും SFI പ്രവർത്തകരും ഒരു പരസ്യ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി ഈ പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞാൽ അത് VC-യുടെ ചേംബറാണ്. ആ VC-യുടെ ചേംബറിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഇതിനിടയിൽ വനിതാ SFI പ്രവർത്തകരടക്കം കിട്ടിയിട്ടുണ്ട്. അവരെ പിടിച്ചു മാറ്റിയപ്പോഴാണ് ഈ SFI ശരി ഉമേഷ്, തുടരുക. സലിം മാലിക്കിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. വലിയ പ്രതിഷേധം VC-യുടെ ചേംബറിന് സമീപത്തേക്ക് എത്തിച്ചേരാനായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഉണ്ടാവുകയാണ്. പോലീസ് ഏത് വിധേനയും പ്രവർത്തകരെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ അധികം പേർ ഉള്ളതിനാൽ തന്നെ അത് നടക്കുന്നില്ല. ഇപ്പോൾ പ്രവർത്തകരെ തള്ളി മാറ്റുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സലിം മാലിക് ഒരിക്കൽ കൂടി ചേരുകയാണ്. സലിം, പോലീസ് ഇവരെ പുറത്തിറക്കാനായി ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവർ വീണ്ടും ചെറുക്കുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? കൂടുതൽ പോലീസ് സേനയെ എങ്ങോട്ടേക്ക് വിന്യസിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രഭുത, തീർച്ചയായും കൂടുതൽ പോലീസ് സേനയെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അല്പസമയം മുൻപ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ പ്രവർത്തകരെ തള്ളി മാറ്റുന്നതിനിടയിൽ പ്രവർത്തകർ അവിടെ നിന്ന് ആ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് വീണതാണ്. 3-ലധികം പ്രവർത്തകർ താഴേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ചെറിയൊരു ഇടുങ്ങിയ സ്ഥലമാണ് ഇവിടം. അത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പാണ്. ഈ പടിക്കെട്ട് കഴിഞ്ഞതിന് മുകളിലേക്ക് പോയാൽ അവിടെയാണ് VC-യുടെ ചേംബർ. അവിടേക്ക് എത്തി പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ പ്രവർത്തകർ ശ്രമിക്കുന്നത്. പക്ഷേ അത് ഈ സ്റ്റെപ്പിനുള്ളിൽ പൂർണ്ണമായും പോലീസ് വിന്യസിച്ച്, അതിന് തൊട്ടിപ്പുറത്തും പോലീസ് വിന്യസിച്ച് അവരെ തൽക്കാലം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് പ്രവർത്തകർ ഇവിടെ നിന്ന് മാറി തൊട്ടപ്പുറത്ത് ഇതേപോലെ തന്നെ മറ്റൊരു പടിക്കെട്ട് കൂടിയുണ്ട്. അവിടേക്ക് പോവുകയായിരുന്നു. ഒരു 6-ലധികം പ്രവർത്തകർ അവിടേക്ക് പോയെങ്കിലും അവിടെയും പോലീസ് ഇപ്പോൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതിനിടയിൽ 2-3 പ്രവർത്തകർ ഇതിന് മുകളിലൂടെ കയറി ഈ മതിൽ ചാടിക്കടന്ന് 2ാമത്തെ നിലയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അവരും പിന്നീട് താഴേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഒരു വലിയ പ്രതിഷേധം ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ തുടരുകയാണ്. VC-ക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. കോടതി വിധി എതിരായിട്ട് പോലും VC സ്ഥാനം തള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. എത്രയും വേഗം രാജിവെച്ച് പോകണം എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ ആവശ്യം. അതിന്റെ ഭാഗമായാണ് ഈ പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും VC ഇന്ന് ഈ സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് ഇല്ല. അപ്പോഴും ഈ സമരം അതിശക്തമായി തന്നെ തുടരുകയാണ്. കൂടുതൽ പ്രവർത്തകർ അന്ന് കഴിഞ്ഞ മാസം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കണ്ടതിന് സമാനമായ ഒരു പ്രതിഷേധം അത് ക്യാമ്പസിനകത്തേക്ക് എത്തി പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ അന്നത്തേതിൻ്റെ അത്രയും വിദ്യാർത്ഥികൾ SFIയുടെ ഭാഗത്ത് നിന്ന് ഇന്നില്ല എന്നുള്ളതാണ് പോലീസിനെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ അപ്പോഴും പ്രവർത്തകരുടെ എണ്ണം അത്ര കുറവല്ല എന്നുള്ളത് കൂടി ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന് എങ്ങനെ ഇവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ ഒരാശങ്കയാണ്. കാരണം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിന് സമാനമായി അന്ന് ആദ്യഘട്ടത്തിൽ നോക്കി നിൽക്കുകയും പിന്നീട് പ്രതിഷേധം കൈവിട്ടുപോയി മണിക്കൂറുകളോളം വലിയ നിലയിൽ
കൈവിട്ടു പോവുകയും ചെയ്തതും പിന്നാലെ അതിന് പോലീസ് വലിയ വിമർശനം കേൾക്കുകയും ചെയ്തതാണ്. സമാനമായ ഒരു സ്ഥിതി ഇന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലുണ്ടായ ഒരു ഇടപെടലിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡ് ചാടിക്കടക്കുമ്പോൾ പോലും അവരെ തടയാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ല. അതിന് പിന്നാലെ ഒരു വലിയ ഗേറ്റ് ചാടിക്കടക്കുമ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഇനി കൈവിട്ടു പോയാൽ, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നതിന് സമാനമായി കൈവിട്ടു പോയാൽ ഉറപ്പായും പോലീസിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി പോലീസ് എന്തായാലും പ്രവർത്തകരെ പരമാവധി മുകളിലേക്ക് കയറ്റാതിരിക്കാനുള്ള പരമാവധി ശ്രമം എന്തായാലും നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിൽ ഈ പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. ഈ കഴിഞ്ഞ ഏറെ സമയമായി ഈ പടിക്കെട്ടിന് താഴെ പ്രവർത്തകർ തുടരുകയാണ്. ഇടയ്ക്ക് വെച്ച് പ്രവർത്തകർ മുകളിലേക്ക് ശ്രമം നടത്തുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ പ്രവർത്തകരെ പിന്തിരിച്ചു വിടാൻ ശ്രമിക്കുന്നതിനിടയിൽ സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. SFIയുടെ മാർച്ചാണ് KTUവിൽ നടക്കുന്നത്. കേരള സാങ്കേതിക സർവകലാശാലയിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. VCയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം SFI പ്രവർത്തകർ നടത്തുന്നത്. പ്രവർത്തകർ എണ്ണത്തിൽ കൂടുതലാണ്, പോലീസുകാർ അത്രയധികമില്ല. മുൻപ് നമ്മൾ കേരള സർവകലാശാലയിൽ കണ്ടതിന് സമാനമായ സാഹചര്യമാണ് ഇവിടെയും. അന്ന് പോലീസ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ ഇവിടെയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ്. ഈ പ്രവർത്തകരെ ഗേറ്റിന് സമീപത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. പിന്നീട് പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്നു. അപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ചെറുത്തുനിൽപ്പൊന്നും ഉള്ളതായി കാണാൻ സാധിച്ചില്ല. പിന്നീട് അവർ VCയുടെ ചേംബറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെപ്പിന് താഴെ പോലീസ് തടഞ്ഞു നിർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് SFI പ്രവർത്തകർ എന്നതാണ് മനസ്സിലാക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിലാണ് ഇപ്പോൾ ഈ നാടകീയമായ സംഭവം അരങ്ങേറുന്നത്. ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ SFI പ്രവർത്തകർ നിലവിൽ സമരം നടത്തുന്നത്. ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, VC സ്ഥലത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ SFI പ്രവർത്തകർ ഇത്തരത്തിലൊരു സമരത്തിന് ഇറങ്ങി തിരിച്ചത്? ഇപ്പോൾ ചേംബറിന് സമീപത്തേക്ക് എത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ VC ഇല്ലാതെ VCയുടെ ചേംബറിന് സമീപത്തേക്ക് എത്തിയിട്ട് എന്താണ് കാര്യം? ഇത് നേരത്തെ പ്രഖ്യാപിച്ച സമരമാണ്. ഇത് ഇന്ന് ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലെ വരെ VC ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരേണ്ടിയിരുന്നത്. ഫിനാൻസ് കമ്മിറ്റി യോഗം കോറം തികയാത്തതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വൈസ് ചാൻസലർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച സമരമാണ്. SFI പ്രവർത്തകർ നേരത്തെ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഈ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ സമരം നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചു. ഈ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇയർ ബാക്ക് സംവിധാനം ഒരു വർഷത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരു വർഷത്തേക്ക് മരവിപ്പിക്കുകയല്ല തങ്ങളുടെ ആവശ്യം എന്നുള്ള നിലപാടിലാണ് SFI. ഇത് പൂർണ്ണമായി ഇയർ ബാക്ക് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക, മുൻ രീതിയിലുള്ളതുപോലെ ഓരോ സെമസ്റ്ററും കടന്നു കിട്ടാൻ വേണ്ടി മിനിമം മാർക്ക് എന്നുള്ള നിബന്ധന അത് പൂർണ്ണമായി ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും കടന്നു പോകാനുള്ള, അല്ലെങ്കിൽ ഓരോ വർഷവും പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അവസരം അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതേ ആവശ്യം ഉന്നയിച്ച് KSUവും ABVPയും അടക്കമുള്ളവർ സമരം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യം ഈ വിഷയത്തിൽ SFI തന്നെയാണ് സമരം നേരത്തെ ഏറ്റെടുത്തത്. അതിനുശേഷം KSUവും ABVPയും സമരം നടത്തിയതിനു ശേഷമാണ് SFIയുടെ സമര പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഒരു വർഷത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. എന്തായാലും SFIയുടെ സമരം അത് ശക്തമായി തുടർന്നു. വൈസ് ചാൻസലർ K. ശിവപ്രസാദിന് ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്ന് ആരംഭിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ മറ്റൊരു മുദ്രാവാക്യം. K. ശിവപ്രസാദ് കോടതി വിധിക്കെതിരായിട്ട് കരുത്തിൽ നിൽക്കുന്നതിനുള്ള ആരോപണം തന്നെയാണ് SFI പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതോടൊപ്പം ചേർത്ത് പറയുന്നത് കേരള സർവകലാശാല പോലെ അല്ല സാങ്കേതിക സർവകലാശാല. സാങ്കേതിക സർവകലാശാല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. ഇപ്പോൾ ഈ VCയുടെ വൈസ് ചാൻസലറുടെ വാഹനത്തിന് പോലും ഡീസൽ വാങ്ങാൻ, പെട്രോൾ വാങ്ങാൻ പണമില്ലാത്ത സാഹചര്യം. വാഹനങ്ങൾ സർവകലാശാലയുടെ എല്ലാ വാഹനങ്ങളും സർവകലാശാല ആസ്ഥാനത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന സാഹചര്യം. കഴിഞ്ഞ 24 തന്നെയാണ് ഈ വാർത്ത പുറത്ത് വിടുകയും ചെയ്തത്. 24 ഈ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതും പെൻഷൻ മുടങ്ങിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 24 വാർത്തയായി പുറത്ത് വിടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഈ പഠനം പൂർത്തിയാക്കി, അതായത് ഇവിടെ MBA കോഴ്സുണ്ട്, ഒപ്പം വിവിധ കോളേജുകളിലെ BTech കോഴ്സുകൾക്ക് അഫിലിയേറ്റ് ചെയ്യുന്നത് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പാസ് ഔട്ടായ വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പ്രിന്റ് ചെയ്യാൻ പണമില്ലാത്ത സാഹചര്യം. അത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരമൊരു സമരം കൂടി സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. എന്തായാലും സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഇല്ല എങ്കിലും വൈസ് ചാൻസലറുടെ ചേംബറിന്റെ അടുത്തേക്ക് ചില SFI പ്രവർത്തകരെങ്കിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പോലീസും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ ഒന്നും തമ്മിലേക്കും കാര്യങ്ങൾ എത്തുന്നു. അവർ ഈ VCയുടെ ചേംബറിലേക്ക് എത്തുക, ഈ പടിക്കെട്ട് കയറി കഴിഞ്ഞാൽ തൊട്ടും അടുത്ത് കാണുക ഈ VCയുടെ ചേംബറാണ്. VCയുടെ ചേംബറിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് SFI പ്രവർത്തകരുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഈ SFI പ്രവർത്തകർ ഈ പോലീസുകാരെ തള്ളിമാറ്റി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പോലീസ് ഇതുവരെ ഈ ഒരു ആക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഇതുവരെ ഒരു ആക്ഷനിലേക്ക് പോയില്ല എങ്കിലും ഇവിടെ പോലീസ് ശക്തമായി തന്നെ SFI പ്രവർത്തകരെ തടയുന്നുണ്ട്. അകത്തേക്ക് കടത്തിവിടാത്ത നമ്മൾ കണ്ടതാണ് ഈ കേരള സർവകലാശാലയുടെ എല്ലാ പടിക്കെട്ടുകളും
ഗേറ്റുകളും പൂർണ്ണമായി SFI പ്രവർത്തകർ കയ്യേറിക്കൊണ്ട് കേരള സർവകലാശാലയിൽ നടത്തിയ സമരം, അതുപോലൊരു സമരം അതിന്റെ ഒരു അപകടം എത്രത്തോളമാണെന്ന് പോലീസിനും ഒരുപക്ഷെ ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ പടിക്കെട്ടുകൾ കയറാൻ അനുവദിക്കാതെ പടിക്കെട്ടുകൾക്ക് മുന്നിൽ ശക്തമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ പ്രതിഷേധം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. എന്തായാലും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ സമരത്തിന് നേതൃത്വം നൽകി മുന്നിൽ തന്നെയുണ്ട്. SFI സംസ്ഥാന കമ്മിറ്റിയാണ് ഈ സമരം പ്രഖ്യാപിച്ചത്. ഇത് കേവലം ഒരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള പ്രശ്നമാണ്. കാരണം കേരളത്തിലെ എല്ലാ മേഖലയിലെയും ബിടെക് പാസ്സായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ കഴിയാത്ത പ്രതിസന്ധികളിലേക്ക് കേരള സാങ്കേതിക APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല കടന്നുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ ബജറ്റ് പാസ്സാക്കാൻ കഴിയാത്ത അവസ്ഥ സാധാരണ മാർച്ചിന് മുമ്പ്, അതായത് ഫെബ്രുവരിയോട് കൂടി ഒരു സർവകലാശാലയുടെ ബജറ്റ് പാസ്സാക്കി തുടർന്നുള്ള ചിലവെല്ലാം ഈ ബജറ്റ് പാസ്സാക്കുന്ന പ്രകാരമുള്ള നടത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ ബജറ്റ് പോലും പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിക്കാൻ, സിൻഡിക്കേറ്റ് അസാധുവായെങ്കിലും സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിക്കാൻ VC തയ്യാറായിട്ടില്ല. ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം VCയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ബജറ്റ് പാസ്സാക്കണമെങ്കിൽ ഫിനാൻസ് കമ്മിറ്റി ചേരണം. എന്നാൽ ഫിനാൻസ് കമ്മിറ്റിയിൽ ചില CPM അംഗങ്ങൾ അടക്കമുള്ളവർ വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതടക്കം VC സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ ഫിനാൻസ് കമ്മിറ്റി ചേർന്നാൽ ഈ ബജറ്റ് പാസ്സാക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള നിലപാടിലാണ് VC നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം VC ചേർന്ന ഫിനാൻസ് കമ്മിറ്റി അത് നിയമവിരുദ്ധമാണ് എന്ന നിലപാടിലാണ് CPM പ്രവർത്തകരുള്ളത്. കാരണം VCയുടെ നിയമനം തന്നെ, അതായത് പുനർനിയമനം തന്നെ നിയമവിരുദ്ധമായിട്ടാണ്. അത് കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള നിയമനമാണ് എന്നുള്ള നിലപാടാണ് SFIക്കും CPM-നും എല്ലാം ഉള്ളത്. നേരത്തെ തന്നെ സർക്കാരും അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു VC വിളിക്കുന്ന യോഗത്തിലേക്ക് ഈ സർക്കാർ പ്രതിനിധികൾ എത്തിക്കഴിഞ്ഞാൽ ആ നിയമവിരുദ്ധമായ ആ ഒരു നിയമനം എന്ന് ആരോപിക്കുന്ന കാര്യം അത് സാധുവാക്കി കൊടുക്കുന്നതിന് സമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കേണ്ട എന്നുള്ളത് പാർട്ടി തീരുമാനം കൂടിയാണ്. എന്തായാലും ഇതിൽ പ്രതിസന്ധി നേരിടുന്നത് വിദ്യാർത്ഥികളാണ്, ഇവിടുത്തെ ജീവനക്കാരാണ്, ഇവിടെ നിന്ന് പെൻഷൻ പറ്റിപ്പോയ ഉദ്യോഗസ്ഥരാണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും SFI പ്രവർത്തകരെ വീണ്ടും ബലം പ്രയോഗിച്ച് തള്ളിക്കയറാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ ഒരു പോലീസ് പക്ഷേ ആ ഒരു പടിക്കെട്ടുകൾ പൂർണ്ണമായി പോലീസിന്റെ വലയത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ കേരള സർവകലാശാലയിൽ ഇത്തരം പടിക്കെട്ടുകൾ പൂർണ്ണമായി വലിച്ചിഴച്ച് താഴെ പ്രവർത്തകരെ എത്തിക്കുന്നതായിരുന്നു അന്ന് സമരം നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ പടിക്കെട്ടുകൾ കയറി അകത്തേക്ക് പോകുന്നതിന് പോലീസ് പൂർണ്ണമായി എതിർത്ത് മുന്നിൽ തന്നെ പോലീസുണ്ട്. അത് മറികടന്ന് പോകാൻ പോലീസ് വിദ്യാർത്ഥികളെ അനുവദിക്കുന്നില്ല. പക്ഷേ കേരള സർവകലാശാലയിൽ ഈ പറഞ്ഞതുപോലെ സലീം നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു SFI പ്രവർത്തകർ വലിയൊരു സന്നാഹം ഉണ്ടായിരുന്നു. ഇവിടെ അത്രത്തോളം ഒരു സന്നാഹമില്ല. ഒരു 100-ൽ താഴെ മാത്രമേ SFI പ്രവർത്തകർ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പോലീസ് വലയം ഭേദിച്ച് ഒരുപക്ഷെ മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കും. പക്ഷേ മുന്നിൽ തന്നെ SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുണ്ട്.